ആ എപ്പോഴാ വന്ന്? അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം. എന്തേ? ഒന്നുമില്ല. നാളെപ്പം ഉമ്മ മരിച്ചതിന്റെ ഏഴൊക്കെയല്ലേ? ആ ഏഴാണ്. എന്തപ്പോ ഒരു പരിപാടി ഒന്നും നടത്തണ്ടേ? എന്തിനു പരിപാടി നടത്തുന്നത് ഏഴിന്? അങ്ങനെ ഒരു പരിപാടി ഉണ്ടാ? എന്താണ് കാജി പറഞ്ഞത്? ഏ നമ്മളെ ഉമ്മ മരിച്ചിട്ട് രണ്ടാം കൂടി ഉമ്മ കൂടി അല്ല, നമ്മുടെ സ്വന്തം അമ്മയാണ് മരിച്ചിട്ടുള്ളത്. രണ്ടാം കൂടി ആയാലും മൂന്നാം കൂടി ആയാലും ആര് മരിച്ചാലും ഈ 3, 7, 14, 40 ഇങ്ങനെ ഇതൊക്കെ ആരാ പറഞ്ഞുള്ളത്? അതൊന്നും നടത്തണം നിർബന്ധമുള്ള കേസൊന്നല്ല. ആരും പറയാണ്ടാണ് നാട്ടിൽ മൊത്തം നടത്തുന്നത്. നാട്ടില് മൊത്തം നടത്തണ്ട് വെച്ചിട്ട് എല്ലാരും ഒരു തെറ്റ് തന്നെ ഇങ്ങനെ ആവർത്തിക്കണ്ട് വെച്ചിട്ട് ആ തെറ്റ് എല്ലാരും പിന്നുള്ളവരും ആവർത്തിക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ഇത് പൊന്നാര കക്കജിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ല വേണ്ടട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം നമ്മള് പറയണ്ടായി. ഒരു ഒരു മൂന്നോ കാര്യം നടത്തിയില്ല, ഏ ഒരു മൗലൂദ് പോലും ഇതിനുള്ളിൽ ഉണ്ടായില്ല. ഏ അതൊക്കെ അവനാന്റെ ഉമ്മയും ഉപ്പയും ബന്ധുക്കാരാരാ ചോരബന്ധം മരിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്തേലും ദിക്റും സ്വലാത്ത് നമ്മൾ ദുആ ചെയ്താൽ മതി. അത്ര മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ ഈ 3-ന്റെ അന്ന് കുറെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറെ വിതരണം, പിന്നെ 7-ന്റെ അന്ന്, പിന്നെ 40-ന്, എന്നിട്ട് പിന്നെ മൊയിലാക്കന്മാര് വരിക, അവർക്കുള്ള ഫുഡ്, എന്നിട്ട് ആ പോക്കൊക്കെ എല്ലാ ഫുഡ് ഒക്കെ കഴിഞ്ഞ് പല്ല് കുത്തിയിട്ട് അവരിങ്ങനെ നിൽക്കും. അപ്പൊ എന്തേലും ഒരു കൈമടക്ക്. എന്താണ് ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുള്ളത്? എന്റെ പൊന്നാര കക്കജി പിസ്കിക്കോ കൊഴപ്പില്ല, പക്ഷെ ഉമ്മാടെ കാര്യത്തിലെങ്കിലും പിസ്കല്ലേ? ഇത് പിശുക്കല്ല കുട്ടിയത്, പിശുക്കലല്ല. ഉമ്മ മരിച്ചിട്ട് ഉമ്മാന്റെ ഖബറിലേക്കുള്ളത് ഞമ്മള് ദുആ ചെയ്യുക, ഞമ്മളെ പ്രാർത്ഥന അവിടേക്ക് ചെല്ലുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ചെല്ലില്ല. അല്ലാണ്ട് കുറെ നാട്ടുകാർക്കും എല്ലാവർക്കും നെയ്ച്ചോറും ബീഫും മട്ടനും ഓരോരുത്തർക്കും ഓരോ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് തീറ്റയും കഴിഞ്ഞാലോ? ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കണതാണ് അത്ര വലിയ പ്രശ്നം. അതന്നെ പ്രശ്നം. ഒരു മനുഷ്യനിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അതിൽ എന്താ തെറ്റുള്ളത്? ഇതൊക്കെ തിന്നു കഴിഞ്ഞ അവസാനം പറയും അതിന് ഉപ്പ് പോരാ, ഇതിന് പുളി പോരാ, അവിടുന്ന് കിട്ടിയ കായും കൈമടക്കും കുറച്ച് കുറഞ്ഞു പോയി. ഇതൊക്കെ ഏത് ഇസ്ലാമിലാ പറഞ്ഞിട്ടുള്ളത്? ജിമ്മാടെ കബറിലേക്കുള്ള വെളിച്ചം കെടുത്തണം. കബറിലേക്കുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്, അതിനുള്ളത് ഞാൻ ഓരോ യത്തീംഖാനയിലേക്കും ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ അരി വാരി കൊടുക്കണുണ്ട് കുട്ടികൾക്ക്. അത് മതി. കരിവാരി കൊടുത്ത ആരറിയാനാ? അതാണ് ഏറ്റവും വലിയ പുണ്യം. യത്തീം മക്കളെ നോക്കുക, അതുപോലെ ആരും അവരും ഇല്ലാത്ത ആൾക്കാരെ നോക്കുക, അവർക്ക് എന്തേലും കൊടുക്കുക. അതിലെ കാര്യം ഉണ്ടാവുള്ളൂ. അതാ ഉമ്മാക്ക് കാര്യം ഉണ്ടാവുള്ളൂ. ഉമ്മ മരിച്ചു പോയില്ലേ, ഉമ്മാക്ക് പ്രാർത്ഥനയായിട്ട് അവിടെ കിട്ടണം വെച്ചെങ്കിൽ അതിന്റെ കൂലി ഉമ്മാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഉമ്മള് ചെയ്യണം. അല്ലാണ്ട് ലോകം മുഴുവൻ വിളിച്ചു വരുത്തി കുറെ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് കുറെ വേസ്റ്റും ആക്കുക. അതാണ് ചെയ്യേണ്ടത്. 3-ന്റെ അന്ന് ഒരു ചടങ്ങ്, 7-ന്റെ അന്ന് വേറൊരു ചടങ്ങ്. എന്താ അത് കഥ? ഇങ്ങോട്ട് നാട്ടിൽ ആരും ഒന്നും ചെയ്യണില്ലല്ലേ? ഇതല്ല ഞാൻ എന്നോട് പറഞ്ഞത്. നാട്ടില് ചെയ്യണ പോലെ എല്ലാവരും ചെയ്യണ പോലെ നമ്മള് ചെയ്യണം എന്താണ്? ചെയ്യണ്ട, ഞങ്ങൾ എന്തായാലും ചെയ്യാണ്. ഞങ്ങള് പെങ്ങന്മാര് ചെയ്യണം. എന്റെ ഭാര്യ ഉമ്മയോട് സ്നേഹമില്ലാത്ത ആൾക്കാരല്ലേ ഞങ്ങള്? നിങ്ങളെ കുടുംബത്ത് പോയിട്ട് പണ്ടൊക്കെ തന്നെ. അതെ, അങ്ങനെ തന്നെയാണ്. നിങ്ങളെ കെട്ടിച്ചുണ്ടായ കുടുംബത്തിൽ ചെയ്തോളൂ, ഇവിടെ ചെയ്യണ്ട. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. എന്റെ റബുലാലമനായ തമ്പുരാനെ, എന്റെ ആങ്ങൾക്ക് കുറച്ച് ബുദ്ധി കൊടുക്കച്ചി. എനിക്ക് ഉള്ള ബുദ്ധി തന്നെ മതി. ഇപ്പൊ എന്റെ വീടിന് കുറ്റി അടിച്ച് എന്നിട്ട് ആ കട്ടില വെച്ച് ആരെ വെച്ച്? അളിയന്റെ അമ്മ അല്ലേ? വല്ല കുഴപ്പം ആ വീടിനുണ്ടാ? ആ സ്ഥാനത്ത് കുറെ മൊയിലാക്കന്മാര് വന്നിട്ട് അവർക്ക് ഒരു കല്ലിടല്, അതിമ കുറച്ച് വെള്ളം വീത്തല്, എന്നിട്ട് കൈമടക്ക് 2000, 3000, 5000 വരെ. ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുള്ളതാണ്? ഞാനിപ്പോ അവന്നല്ലേ പറഞ്ഞത്. നമ്മുടെ ഉമ്മാക്ക് വേണ്ട ഈ അനാചാരങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ പറയണത്. ഇപ്പൊ നമ്മളമ്മക്ക് ഒരു ബാധ്യതയില്ല. എന്തേലും ഒരു ബാധ്യത ഉള്ള ആളാണെങ്കിൽ നമ്മളത് വീട്ടണം, പറഞ്ഞിട്ടാ കൊടുത്തിട്ടാ എങ്ങനെ വെച്ചാ. അതൊന്നുമില്ല. നമ്മൾ ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കുക, ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, ഇത്രേ വേണ്ടുള്ളൂ. അതാ ഉമ്മാക്ക് ഖബറിലേക്ക് കിട്ടും. അല്ലാണ്ട് ഈ പറയണ പോലത്തെ ഒരു കണ്ണോക്ക്, ഒരു മൂക്കോക്ക്, പിന്നെ ഒരു അടിയന്തരം, ഇതൊക്കെ എവിടുത്തെ അനാചാരങ്ങളാണിത്? ഇതൊക്കെ എവിടെ പറഞ്ഞുള്ളത്? അത് ഇജ്ജ് മനസ്സിലാക്കണത്. ഞാനിത് അന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളെ ഉമ്മ മരിച്ച് പള്ളിക്കലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് ഖബറിലേക്ക് വെച്ചിട്ടില്ല, അപ്പളത്തിനൊക്കെ കൂടി ഇങ്ങോട്ട് വണ്ടി ഇവിടെ നെയ്ച്ചോറും ബീഫും. നിങ്ങളല്ലേ ഇതൊക്കെ ഇവിടെ വിളമ്പിയിരുന്നത് അല്ലേ? ഇതെന്താ ഇത് എവിടുത്തെ ചടങ്ങാണ്? തിന്നാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചടങ്ങുകള്. ചെയ്യണില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ചെയ്തോളാം. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും ഉണ്ടാവില്ല. ആ വെളിച്ചത്തിനുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ചെയ്യുന്നുണ്ട്. അണക്കേ എന്റെ ഈ വയലാവൊന്നും നിർത്തിയിട്ട് ഒരു കാര്യം ചെയ്യും. ഞാൻ ഉംറ ചെയ്യാൻ പോയപ്പോ കൊടുന്ന 30 ഉള്ള ഒരു മുസാഹിബ് ഇവിടെ ഇരിക്കുന്നു. അത് എടുത്തിട്ട് ഒരു യാസീനാണ്ട് ഓതിക്കോ. അത് ഉമ്മാന്റെ ഖബറിലേക്ക് കിട്ടും. അല്ലാതെ ഇതേപോലെ കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട്
ഭക്ഷണത്തിൽ ആർഭാടം കാട്ടിയാൽ അത് ഖബറിലേക്കുള്ളതല്ല കുട്ടിയെ ട്ടാ. ഭക്ഷണം മാത്രല്ലല്ലോ ഭക്ഷണം എല്ലാരും കൂടി ഉമ്മാക്ക് തിക്കെടുക്കണില്ലേ? തന്നെ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരുത്തർ ഇരുന്നിട്ട് ഓരോ വീടുകളിൽ ഇരുന്നിട്ട് അവനാന്റെ ഉമ്മക്ക് വേണ്ടിട്ട് ചെയ്തോളൂ നിങ്ങള്. അതിനെല്ലാരും വട്ടളഞ്ഞ് കുത്തിരുന്നിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അന്നോടെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്റെ തലയിൽ എന്തോ കീറി കുത്തിരിക്കാണ്. നിന്റെ നേരാക്കാൻ പറ്റൂല. നിന്റെ തലയിലോ തന്നെ നേരാക്കാൻ പറ്റൂല. ഇന്നജ് നേരേക്കണ്ട. ഞാൻ എന്റെ മൂത്തല്ലേ, ഞാൻ എന്നെ നേരേക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഒസ്യത്ത് പോലെ എന്നോട് പറയാം. ഇതിന്റെ പെങ്ങളാണല്ലോ. ഞാനെങ്ങാൻ മരിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഈ വക ഒരു അനാചാരം എന്റെ കാര്യത്തിൽ ചെയ്യരുത്. നിങ്ങൾ യാസീനോ ദിക്റ സ്വലാത്ത എന്താ ചെയ്തോളെ. അല്ലാതെ ഈ വക അനാചാരങ്ങളായിട്ട് നിന്റെ മയ്യത്തെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ കെടുക്കണോടത്ത് കിടന്നോളാം. അപ്പൊ എനിക്ക് കിട്ടാനുള്ളത് നിങ്ങൾ പ്രാർത്ഥനയെ കൂടെ തന്നാ മതി. ഈ വക അനാചാരങ്ങൾ ചെയ്യരുത്. ഉമ്മാന്റെ കാര്യത്തിന് തടസ്സം നല്ല കബറിന് നല്ല വെളിച്ചുണ്ടാവും. കണ്ടോ? അത്ര വെളിച്ചം മതി എന്റെ കബറിന്. എന്താ ബിറ്റങ്ങളോടൊക്കെ പറഞ്ഞാ മനസ്സിലാവാത്തത്? ഓരോ അനാചാരങ്ങൾ ഇവരെ ഓരോന്ന് കണ്ടെത്തണാണ്. പറഞ്ഞാലും മനസ്സിലാവില്ല.